ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണറുമായിട്ടുള്ള പോര് അത് വരുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. സർക്കാർ എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നു അപ്പോൾ ഗവർണറുമായി ഒന്ന് അടിയുണ്ടാക്കും, അതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഇതൊരു കള്ളനും പോലീസും കളി പോലെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. അതാണ് എൻ്റെ പൊളിറ്റിക്കൽ പോയിന്റ്. അതെ, ഗവർണർ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഓരോ ഘട്ടവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എപ്പോഴാണ് ആ പ്രതിഷേധം ഉണ്ടാകുന്നത് എന്നത് കൂടി നോക്കൂ. നയപ്രഖ്യാപനം ഗവർണർ വായിക്കാതെ വിടുമ്പോൾ അന്നത്തെ ദിവസം നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല, അത് വെറുതെ വിടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു രീതി വെച്ച് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇ പി ജയരാജൻ മാത്രമാണ് പ്രതികരിക്കുന്നത്, ബാക്കിയുള്ളവരെയെല്ലാം നിയന്ത്രിച്ച് നിർത്തുകയാണ്. അപ്പോഴാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ചോദ്യം കേരളത്തിൽ നിന്ന് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതെന്താ ഒത്തുതീർപ്പാക്കിയോ? അതുപോലെ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ 136 ഖണ്ഡികകളും എടുത്തു നോക്കൂ. ആകെ 4 പാരഗ്രാഫിൽ മാത്രമേ ഉള്ളൂ കേന്ദ്ര വിമർശനം.